നമ്മൾ സൈറ്റ് വന്നിട്ടുണ്ട്. ഇനി എന്തെങ്കിലും കാസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്കറിയത്തില്ല എന്തെങ്കിലും കിട്ടുമില്ലെന്ന് അറിയത്തില്ല. രാവിലെ എന്തായാലും നമുക്കൊരു 3 വരാൽ കിട്ടിയായിരുന്നു. അതിൽ ഒരു വരാലിൻ്റെ വീഡിയോ എങ്ങാണ്ടേ ഉള്ളെന്ന് തോന്നുന്നു എനിക്ക്. 2 വരാൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് നമുക്ക് അടിച്ചു കേട്ടോ. എന്തായാലും നമുക്ക് ഇറങ്ങി എന്തായാലും കാസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, ആണ് നമ്മൾ സ്റ്റിക്ക് ഹോൾഡ് ചെയ്യുന്ന മറ്റേ ആ ബോൾ പോലുള്ള സാധനം നമ്മൾ മേടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പ്രയോജനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് ഒരെണ്ണേ നമുക്ക് വെക്കാൻ പറ്റത്തുള്ളൂ. കണ്ടോ, ഈ സെൻട്രലായിട്ട് വെച്ച് കഴിഞ്ഞാൽ ഈ റബ്ബർ ബാൻഡ് അല്ല പുഴു അങ്ങനെയുള്ള സാധനമൊന്നും ഇടേണ്ടി വരത്തില്ല. ഇതാകുമ്പോൾ ഇച്ചിരി സ്റ്റാൻഡേർഡ് ലുക്കും ഉണ്ട്, കാര്യങ്ങളുണ്ട്. പിന്നെ ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മെയിൻ ഇങ്ങനെ ഒന്ന് ഹോൾഡ് ചെയ്യാൻ പറ്റും നമുക്ക്. അതായത് റബ്ബർ ബാൻഡ് കാര്യങ്ങളൊന്നും ഇല്ലാതെ നമ്മുടെ സ്റ്റിക്ക് ഇങ്ങനെ ഹോൾഡ് ചെയ്യാൻ പറ്റും. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഫസ്റ്റ് പീസ് ഉണ്ടല്ലോ, അതായത് ടോപ്പ് പീസ് ഉണ്ടല്ലോ, ഈ പീസ് നമ്മുടെ ഇതിലോട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓവറായിട്ട് പ്രസ് ചെയ്ത് ഇതിനകത്ത് കയറിപ്പോയെങ്കിൽ നമുക്ക് ഈ സാധനം വെച്ചിട്ട് ഇതിങ്ങനെ അതിൻ്റെ ഇവിടെ വലിയൊരു ഇതുണ്ട് കണ്ടോ, അത് ഇതിനകത്തോട്ട്, അതായത് ഇതിൻ്റെ ഇതിലൂടെ കയറ്റിയിട്ടിട്ട് കണ്ടോ ഇങ്ങനെ മുറുക്ക പിടിച്ചിട്ട് നമ്മളിങ്ങനെ തിരിച്ച് വലിച്ചു കഴിഞ്ഞാൽ ഈ സാധനം ഊരി വരും. നമ്മളല്ലാതെ വെറും കൈയോടെ പിടിച്ചാൽ, അത്രയും ടൈറ്റുള്ള സാധനം വെറും കൈയോടെ പിടിച്ചാൽ ഊരി വരത്തില്ല. നമ്മൾ ചിലപ്പോൾ ഗൈഡിൽ കയറി ഗ്രിപ്പിന് വേണ്ടി ഗൈഡിൽ കയറി പിടിക്കും, ഗൈഡ് വളയും, ബെൻഡാവും, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇതുള്ളതുകൊണ്ട് അങ്ങനൊരു പ്രശ്നം വരത്തില്ല. ഇതെല്ലാവരും ഒന്ന് മേടിച്ച് യൂസ് ചെയ്യുന്നത് ബെറ്റർ ആയിരിക്കും. ഒരെണ്ണം കയ്യിലിരിക്കുന്നതും ബെറ്റർ ആയിരിക്കും കേട്ടോ. എന്തായാലും നമുക്ക് ഇറങ്ങി നോക്കാം. ഓക്കെ, സ്ട്രൈക്ക് അടിച്ച് അയ്യോ പോയി. ചെറിയൊരു വരാലായിരുന്നു കേട്ടോ, അത് പോയി. നമ്മുടെ ഫസ്റ്റ് മീൻ മിസ്സായി കേട്ടോ. ചെറിയ വരാലായിരുന്നു, അതങ്ങനെ മിസ്സായിട്ടുണ്ട്. അയ്യോ, മേളിലൊരു മീൻ പറഞ്ഞുണ്ടോ. എൻ്റെ പൊന്നെ, ഹെവി സാധനം കേട്ടോ. എനിക്കൊന്ന് ഇതിൻ്റെ ഹുക്കിൻ്റെ ഷാർപ്നെസ് കുറവാണോ എന്നൊരു ഡൗട്ട്. നമ്മുടെ ഫസ്റ്റ് മീൻ മിസ്സായിട്ടുണ്ട്. അനക്കമൊക്കെ കാണുന്നുണ്ട്. കല്ലേമുട്ടി പറയുന്നുണ്ട. അതെന്താ പരിപാടി കാണിച്ച് ശകല ആവേശം കുടിപ്പി. ഇവിടെ വെള്ളം മിസ്സാകല നമ്മൾ വെച്ച് പവർ ഹുക്കപ്പ് കൊടുത്ത പണിവാളി. ഇപ്പോൾ നമ്മുടെ രണ്ടാമത്തെ മീനും മിസ്സായി. നമ്മൾ സ്റ്റിക്ക് കണ്ട് ഇവിടെ വെച്ച് ചപ്പാക്കറ്റ് വെച്ച് എന്താ പറയുക, ഫ്രോഗ് ചേഞ്ച് ചെയ്യാൻ അല്ലല്ലേ, ഈ പരിപാടി നടക്കത്തില്ലെന്നാണ് തോന്നുന്നത്. അപ്പോൾ പിന്നെ ഫ്രോഗ് ചേഞ്ച് ചെയ്തിട്ട് തന്നെ ബാക്കി കാര്യം. വേറെ ഏതെടുക്കുക, ബ്രാവോ തന്നെ വേറെ ഉണ്ട് ഇഷ്ടം പോലെ. അതല്ലെങ്കിൽ പിന്നെ ലിസാഡിട്ട് നോക്കണം, അതല്ലെങ്കിൽ പിന്നെ പാണ്ടായിട്ട് നോക്കണം.
ലിസാർഡൊന്ന് ട്രൈ ചെയ്താലോ. പക്ഷേ ഇത് ചപ്പ കുരുങ്ങ അങ്ങനെ പ്രശ്നമുണ്ട്. ഇതൊന്നിട്ട് നോക്കിയല്ലോ. ഇതൊന്നിട്ട് നോക്കാം ഗൈസ്. പാണ്ട എടുത്തേക്കാം. ഓക്കെ, നേരത്തെ ഹാൻഡ് മെയ്ഡ് ഫ്രോ കേട്ടോ, ഒരു രക്ഷയില്ല. ലിസാർഡ്, റെഡ് ടെയിൽ. നമ്മുടെ കട സ്റ്റോക്ക് ഇഷ്ടം പോലെ ഉണ്ട്, എല്ലാ കളറും ഉണ്ട് കേട്ടോ. കറക്റ്റ് അടിച്ച് ഫസ്റ്റ് നമ്മളൊത്തിരി വെയിറ്റ് ആയിട്ടാ ഒക്കെ കൊടുത്തേട്ടാ. ഫസ്റ്റ് വരാല് ഇതിൻ്റെ ഡബിൾ ഇട്ടിട്ട് സാധനം മിസ്സായാൽ നമുക്ക് അവിടെ നിന്ന്. അത് കഴിഞ്ഞിട്ട് ഇത് വന്നടിക്കാം കേട്ടോ. ഞാൻ ഫസ്റ്റ് വൈകിട്ടത്തെ മീൻ കയറിയിട്ടുണ്ട്. ഇപ്പം നാടൻ വരാലാട്ടോ കൈസ് നമുക്ക് അടിച്ചിരിക്കുന്നത്. അടിച്ച് കണ്ണിൽ കൂടെ കയറി, കുഴപ്പമില്ലാത്തൊരു സൈസാട്ടോ. നാടനാണ്. കണ്ണ് കലങ്ങി പൊട്ടിപ്പോയി കേട്ടോ. ഏതടിച്ചാലും കണ്ണിൽ കൂടെ കയറത്തില്ല. ചെറുതായിരുന്നു. സ്പിന്നാണ് കേട്ടോ പൊട്ടി ചേട്ടോ. ഇതിനൊരു കുഴപ്പമില്ല. വരാല് കുട്ടി വരാല ചെറുതാണ് എൻ്റെ പേര്. ചെറിയ വരാല, ചോട്ട വരാല്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സൈസ് കേട്ടോ. അവിടെ രണ്ടാമത്തെ വരാല് ഈ ജസ്റ്റ് ഹുക്ക്. പക്ഷെ കയറി കേട്ടോ പ്രോപ്പറായിട്ട്. ഔട്ട് വെക്കട്ടെ. രണ്ടാമത്തെ വരാല് കേട്ടോ. അത് നാടനാണ്. വിയറ്റ്നാം കേട്ടോ. വിയറ്റ്നാം വരാലാണ്. എത്ര അടി കിട്ടിയിട്ട് നമുക്കൊന്ന് കയറി നോക്കി. രണ്ടാമത്തെ മീൻ ഉണ്ട്. ഹുക്ക് ഉണ്ടല്ലോ, സിംഗിൾ ഹുക്ക്. പക്ഷേ അത് നല്ല രീതിക്ക് കയറി കേട്ടോ. കറക്റ്റ് സ്ഥലത്ത് വീണിട്ടുണ്ട്. ഫോളോ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സൈസ് കേട്ടോ. അത് അടിച്ചപ്പോൾ ഡ്രാഗ് വലിഞ്ഞിരുന്നു. പക്ഷേ ഈ ചപ്പിനകത്ത് കയറുമ്പോഴാണ് പേടി. എല്ലാവരും ഇടത്തരം സൈസ് കേട്ടോ. ഈ ജസ്റ്റ് ഹുക്കാണ്, ജസ്റ്റ് ഹുക്ക്. കൊല്ലി മൂത്തിട്ട് അവനെ എടുക്കാം. ഏതാ പണി? ആടാ പോയി 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 ഹുക്കേന്ന് വിട്ടു പോയത്. നോക്കട്ടെ കിട്ടുമോ. വെള്ളത്തിൽ വീണ പിന്നെ നോക്കണ്ട. കിട്ടി. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സൈസ്. ഈ ചപ്പിന് മണ്ടയ്ക്ക് വരുമ്പോഴാണ് വിഷയം. നല്ല ചിമിട്ട നാടനാട്ടോ. ബാക്കി വാങ്ങാം. നടക്കട. ഈ ലൈൻ ലൂസാകുമ്പോൾ ഇമാര് വിട്ടുപോകും. നമ്മൾ എത്രാമത്തെ നമ്മുടെ നാലാമത്തെ മീൻ ഒപ്പിച്ചിട്ടുണ്ട്. അത് അത്യാവശ്യം നല്ല സൈസ് നാടനാട്ടോ. കണ്ടല്ലോ, അത്യാവശ്യം നല്ല സൈസ് നാടൻ. ഒരു രക്ഷയില്ല, ഹെവി സാധനം കേട്ടോ. എൻ്റെ പല്ല് കൊള്ളുന്നതിനപ്പുറം കുറിക്കത്തൊക്കെ.
എന്നിട്ട് നമുക്ക് ഹുക്ക് എടുക്കാം. അപ്പോൾ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യും കേട്ടോ. നമ്മൾ സന്ധ്യയായി, നമ്മൾ ഇവിടെ നിൽക്കുന്നേ ഉള്ളൂ കേട്ടോ. അതായത് നമുക്കിന്ന് കിട്ടിയിരിക്കുന്ന ഇതെന്താ, വൈകുന്നേരം കിട്ടിയ 4 ഹെവി സൈസ് വരാൽ കേട്ടോ. ഒരു വിയറ്റ്നാമേ ഉള്ളൂ, ബാക്കി കംപ്ലീറ്റ് നാടനാണ്. അപ്പോൾ നമ്മൾ വേണ്ട കാട്ടിലാണ് നിൽക്കുന്നത്, ചപ്പിനകത്താണ് നിൽക്കുന്നത്. നമ്മൾ കയറും കേട്ടോ. നമുക്ക് കുറേ അടിയും മിസ്സും സ്ട്രൈക്കും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ കമൻറ്റാണ് നമുക്ക് വേണ്ടത്. അതായത് നിങ്ങളുടെ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പം ഇതുപോലെ നല്ല വെറൈറ്റി വീഡിയോ കാണാം. അതുവരെയും ബൈ ബൈ.